ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ചാൾസ് ഡി കോസ്റ്റർ. അതൊരു സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ചാൾസ് ഡി കോസ്റ്ററാണ്. അപ്പോൾ ചാൾസ് ഡി കോസ്റ്റർ ആരാണ്? ഹി വാസ് എ ബെൽജിയൻ റൈറ്റർ. അദ്ദേഹം ആരായിരുന്നു? ഒരു ബെൽജിയം റൈറ്റർ ആയിരുന്നു. അതുപോലെ ഹി വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ. അതുപോലെ അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് ബെൽജിയം ലിറ്ററേച്ചർ. ബെൽജിയം ലിറ്ററേച്ചറിൻ്റെ ഫാദറായിട്ടാണ്, പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വർക്കാണ് ദ ലെജൻഡ് ഓഫ് ദി ഗ്ലോറിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ടിൽ അലൻസ്ബീഗൽ. അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത ഈ ഒരു വർക്കിൽ നിന്ന് എടുത്ത ഒരു സ്റ്റോറിയാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്ത്രികമായത് അല്ലേ? അപ്പോൾ മാന്ത്രികമായ പിക്ചർ, ചിത്രം. അപ്പോൾ ഇതിലെന്താണ് ആ ഒരു മാന്ത്രികത എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റോറിയിൽ പറയാം. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കല്ലേ? ഓക്കെ, അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? ടില്ലാണ്. ടിൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഇനി ടില്ലിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Till, in the course of his wanderings from court to court, rode to the palace of the Archduke of Battenberg on his donkey. അപ്പോൾ ടില്ലിൻ്റെ മെയിൻ പണി എന്താ? വാൻഡറിങ്സ് ആണ് അല്ലേ? വാൻഡറിങ് എന്ന് പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എങ്ങനെ? കോർട്ട് ടു കോർട്ട്, ഒരു രാജ്യസദസ്സിൽ നിന്നും മറ്റൊരു രാജ്യസദസ്സിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, പോകുക. അതാണ് ടില്ലിൻ്റെ ഒരു ഹോബി. അപ്പോൾ ഇപ്പോൾ ടില്ല് എങ്ങോട്ടാണ് പോകുന്നത്? പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിലോട്ടാണ് പോകുന്നത്. അദ്ദേഹം എങ്ങനെയാണ് പോകുന്നത്? അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്താണ് പോകുന്നത്. അപ്പോൾ ടില്ല് ഇപ്പോൾ പോകുന്നത് എവിടേക്കാണ്? ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിലോട്ടാണ് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്ത് പോകുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസാണ് പറയുന്നത്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലോത്ത്സും അതേപോലെ ആ ഒരു കാണുന്ന ആ ലുക്കും അതൊക്കെ കണ്ടാൽ എന്താണ്? എല്ലാവരും നോക്കിപ്പോകും, എല്ലാവരുടെയും അറ്റൻഷനൊന്നും അങ്ങോട്ട് പോകുന്ന തരത്തിലുള്ളതാണ്. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ 3 bright feathers on it danced in the breeze as he rode. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പിൻ്റെ പ്രത്യേകത എന്താ? അതിൽ 3 ഫെതേഴ്സ് ഉണ്ട്. 3 ഫെതേഴ്സ്. എങ്ങനത്തെ ഫെതേഴ്സ്? നല്ല ബ്രൈറ്റ് ഫെതേഴ്സാണ്. 3 നല്ല തിളങ്ങുന്ന ഫെതേഴ്സ്, തൂവലുകളാണുള്ളത്. അതിങ്ങനെ ഈ കാറ്റത്ത് ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട്. At the main entrance to the palace, the captain of the guards called out to him, "Hey though, you fellow on the donkey, we don't allow any loafers here." അപ്പോൾ അവരെവിടെ എത്തി? കൊട്ടാരത്തിലെത്തി. ടില്ലിൻ്റെ ഡോങ്കിയും എവിടെ എത്തി? കൊട്ടാരത്തിലെത്തി. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ ആര് നിൽക്കുന്നുണ്ട്? ക്യാപ്റ്റൻ ഓഫ് ദി ഗോഡ്സ് കേട്ടോ. ഗോഡ്സുകൾ വെച്ചാൽ കൊട്ടാരത്തിലെ പടയാളികളുടെ ക്യാപ്റ്റൻ. ഗോഡ്സ് എന്ന് പറഞ്ഞാൽ പടയാളികൾ. അപ്പോൾ ആ കൊട്ടാരത്തിലെ പടയാളികളുടെ ക്യാപ്റ്റൻ അവിടെ ആ മെയിൻ എൻട്രൻസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടില്ലും ഡോങ്കിയും വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ചോദിക്കുകയാണ്, ഹേയ് യു ഫെലോ ഓൺ ദി ഡോങ്കി. ആ കഴുതപ്പുറത്തിരിക്കുന്ന ആളെ, എന്താണ്? ഞങ്ങൾ ഭിക്ഷക്കാരെ അങ്ങോട്ട് വിടാറില്ല, ഇങ്ങോട്ട് അകത്തേക്ക് വിടാറില്ല. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൺ. നിന്നെയും അതേപോലെ നിന്നെ ഡോങ്കിയെയും കണ്ടാലറിയാം. കാണാൻ എങ്ങനെയാണ്? ഒരു സ്കെൽട്ടനെ പോലെ ഉണ്ട്, വെച്ചാൽ അസ്ഥിക്കൂടം പോലെ ഉണ്ട്. The captain of the guards was a tall, well-built, red-haired man of about 25. ഇനി ക്യാപ്റ്റനെ കുറിച്ചാണ് പറയുന്നത്. ക്യാപ്റ്റൻ്റെ ആ ഒരു അപ്പിയറൻസ് ആണ്, ക്യാപ്റ്റൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗോഡ്സ് ഹി വാസ് എ ടോൾ മാൻ. അപ്പോൾ ക്യാപ്റ്റൻ എങ്ങനെയാണ്? നല്ല നീളമുള്ള ഒരാളാണ് ക്യാപ്റ്റൻ. ദെൻ വെൽ ബിൽഡ്, നല്ല സ്ട്രോങ് ആണ്. അതേപോലെ റെഡ് ഹെയർഡ് മാൻ ആണ്. റെഡ് ഹെയർ വെച്ചാൽ മുടിയൊക്കെ ചുവന്നിരിക്കുന്ന ഒരാളാണ്. കണ്ടാൽ 25 വയസ്സ് പ്രായം തോന്നിക്കും. അപ്പോൾ 25 വയസ്സുള്ള നല്ല നീളമുള്ള നല്ല സ്ട്രോങ് വെച്ചാൽ പടയാളികൾ, ക്യാപ്റ്റൻ അല്ലേ, അപ്പോൾ സോൾജേഴ്സിനൊക്കെ അറിയാമല്ലോ, നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ഭയങ്കര സ്ട്രോങ് ആണ് അയാളുടെ ബോഡി. ദെൻ റെഡ് ഹെയർഡ് മാൻ, അയാളുടെ മുടി എങ്ങനെയാണ്? ചുവന്ന കളറിലാണ് അയാളുടെ മുടി.
ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ് ഇൻ ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സിൽ ആ ഒരു യൂണിഫോമിൽ എന്തുണ്ട്? ഗോൾഡ് എംബ്രോയ്ഡറി ഉണ്ട്. ഗോൾഡ് സ്വർണത്തിൻ്റെ ഒരു എംബ്രോയ്ഡറി ചെയ്തു വെച്ചിട്ടുണ്ട്. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി. അപ്പോൾ ടിൽ എന്ത് ചെയ്തു? കൂളായിട്ട് അയാളെ നോക്കിക്കൊണ്ട് ഈ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി. Then he bowed low and said, "May God bless you, sir captain. If I look like a skeleton, it's not my fault." അങ്ങനെ ടിൽ ഇറങ്ങിയിട്ട് നല്ല ഭയങ്കര ബഹുമാനത്തോടു കൂടി തലയൊക്കെ താത്തിയിട്ട് പറയുമേ ഗോഡ് ബ്ലെസ് യു സർ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ക്യാപ്റ്റൻ. പിന്നെന്താ പറയുന്നത്? ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. എന്താണ്? എന്നെ ഒരു സ്കെൽട്ടനെ പോലെ എന്നെ കാണാൻ ഒരു സ്കെൽട്ടനെ പോലെ ആണെങ്കിൽ അത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ഐ ആം വെരി ഹംഗ്രി. എന്താണ്? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഞാനിവിടെ വന്നത് എനിക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം, എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. If you will be so good as to give me a piece of the gold cord that you wear on your coat, I'll go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിൽ ആ എംബ്രോയ്ഡറിയിൽ നിന്നും ആ ഒരു ഗോൾഡിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, ഒരു പീസ് തരാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ ആ ബുച്ചേഴ്സ് ഷോപ്പിൽ പോയിട്ട് ആ ഒരു മട്ടൻ്റെ ആ ഒരു ലെഗ് പീസ് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയും. അപ്പോൾ ഒരു അപ്പോൾ ഒരു ക്യാപ്റ്റനെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. ചില ക്യാപ്റ്റൻ പറഞ്ഞില്ലേ സ്കെൽട്ടനെ പോലെ ഉണ്ട് അല്ലേ, കഴുതേനെയും അതേപോലെ ടില്ലിനെയും കാണാൻ ഒരു സ്കെൽട്ടനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു കളിയാക്കലിനൊരു മറുപടി ആയിട്ടാണ് ടില്ല് ഇത് പറഞ്ഞിട്ടുള്ളത്. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. അപ്പോൾ ക്യാപ്റ്റന് കളിയാക്കാന്ന് മനസ്സിലപ്പോൾ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? അല്ലാണ്ട് മൈൻഡ് കൊടുക്കാതെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസിൻ്റെ കൂടെ വേറൊരു ഓഫീസറും കൂടെ ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നത്. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടിൽ. എന്നാലും ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? ക്യാപ്റ്റൻ ഈ ടില്ലിന് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദെൻ "Where do you come from?" he asked. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. "From Flanders," replied ടിൽ. അപ്പോൾ ടിൽ എന്ത് പറഞ്ഞു? ഞാൻ വരുന്നത് ഫ്ലാൻഡേഴ്സ് എന്നാണ്. ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. "What do you want?" നിങ്ങൾക്ക് എന്താ വേണ്ടത്? ക്യാപ്റ്റൻ ചോദിച്ചു. I should like to show his highness the Archduke one of my paintings. I am a painter. എനിക്കെന്താ വേണ്ടത്? എനിക്ക് ആർച്ച് ഡ്യൂക്കിനെ ഒന്ന് കാണണം. കണ്ടിട്ട് എന്ത് വേണം? എൻ്റെ ഒരു പെയിൻറ്റിങ് അദ്ദേഹത്തെ കാണിക്കണം. ഞാനൊരു പെയിൻറ്ററാണ്. "Well, if you are a painter and if you come from Flanders, you may come in," said the captain somewhat impressed. ഇത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റന് ഭയങ്കര ഇംപ്രസ്ഡായി. എന്താണ്? ഫ്ലാൻഡേഴ്സ് എന്നാണ് വന്നിട്ടുള്ളത്, ഒരു പെയിൻറ്ററാണെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ഇംപ്രസ്ഡായി. ക്യാപ്റ്റൻ പറയണ, നിങ്ങൾ ഒരു പെയിൻറ്ററാണോ? അതുമല്ല, നിങ്ങൾ ഫ്ലാൻഡേഴ്സ് എന്നാണോ വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു. The captain knew that Flemish painters and their pictures were in great demand all over Europe. അപ്പോൾ ക്യാപ്റ്റൻ അറിയായിരുന്നു ഈ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിനെ കുറിച്ച്. ഫ്ലെമിഷ് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാൻഡേഴ്സിലെ പീപ്പിളിനാണ് ഫ്ലെമിഷ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ ആളുകളെ ഇന്ത്യൻസ് എന്ന് പറയാറില്ലേ, അതുപോലെ ഫ്ലാൻഡേഴ്സിലെ ആളുകളെ ഫ്ലെമിഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിന് ക്യാപ്റ്റന് നല്ലോണം അറിയായിരുന്നു, അവരുടെ പിക്ചേഴ്സിനെ കുറിച്ചും നല്ലോണം അറിയായിരുന്നു. കാരണം എന്താണ്? യൂറോപ്പിൽ നല്ല ഡിമാൻഡാണ് ഈ ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിൻ്റെ പിക്ചറിനുള്ളത്. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദി ആർച്ച് ഡ്യൂക്ക്. അപ്പോൾ ക്യാപ്റ്റൻ എങ്ങോട്ട് കൊണ്ടുപോയി? ടില്ലിനെ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ടിൽ എന്താ ചെയ്തത്? ഒരു 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് 3 times. ഓക്കെ, ടിൽ സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times, 3 പ്രാവശ്യം സല്യൂട്ട് ചെയ്തു. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തല താഴ്ത്തിയിട്ട് നിന്നിട്ട് തല താഴ്ത്തിക്കൊണ്ട് പറയും, "മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്." എന്താണ്? ഞാൻ
എന്താണ് ഒരു പെയിൻറ്റിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് താങ്കളെ എന്തായാലും സന്തോഷിപ്പിക്കും. ഇനി സന്തോഷിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയല്ലോ, താങ്കൾ എൻ്റെ പിക്ചർ കണ്ടിട്ട് സന്തോഷിക്കും എന്ന് ചിന്തിച്ചതിൽ എനിക്ക് മാപ്പ് തരണം എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ്. എൻ്റെ ആ പെയിൻറ്റിങ് താങ്കളെ സന്തോഷിപ്പിക്കും എന്ന് ഞാൻ കരുതിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഞാൻ ഇൻ കേസ് ആ ഒരു പിക്ചർ കണ്ടിട്ട് സന്തോഷമായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എന്നിൽ വന്നതിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം. I have brought a picture of Our Lady, the Virgin in her royal robes. അപ്പോൾ ആരുടെ പിക്ചറാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ടില്ല് അവിടുത്തെ മഹാറാണിയുടെ അല്ലേ, ദ വിർജിൻ. അത് എങ്ങനെയാണ്? റോയൽ റോബ്സ്, രാജകീയമായ വസ്ത്രത്തിൽ വിർജിൻ്റെ ഒരു പിക്ചറാണ് വെച്ചാൽ നമ്മളെ മഹാറാണിയുടെ ഒരു പിക്ചറാണ് വരച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. I have painted it specially so that I might late at your നോബൽ ഫീറ്റ്. ഞാൻ ഇത് താങ്കൾക്ക് സ്പെഷ്യലായിട്ട് വരച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇത് ഞാൻ താങ്കളുടെ കാൽ കീഴിൽ സമർപ്പിക്കുകയാണ്. ടിൽ പോസ്ഡ് എ ഫ്യൂ moments for his words to sink in. കുറച്ച് നേരം ഇതുവരെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ടിൽ. ഇപ്പം എന്ത് ചെയ്തു? ഒന്ന് പോസ് ചെയ്തു, കുറച്ച് നേരം ഒന്ന് നിർത്തി. എന്നിട്ടോ then he continued, you must forgive me, your highness, if I have dared to hope that this picture will please you. ആദ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒന്ന് നിർത്തി, ഒന്ന് പോസ് ചെയ്തു, എന്നിട്ട് വീണ്ടും സംസാരിക്കണം. എന്താണ്? താങ്കൾ എന്നോട് ക്ഷമിക്കണം. എന്താണ്? ഇഫ് ഐ ഹാവ് ഡയർഡ് ടു ഹോപ്പ് ദാറ്റ് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു. താങ്കൾ ഈ പിക്ചർ സന്തോഷിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ സന്തോഷിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങനെ സന്തോഷിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ ഹു ഡൈഡ് റീസെൻ്റ്ലി. എന്താണ്? ഇപ്പോൾ എന്താണ്? താങ്കളുടെ ഒരു കോട്ടിലെ പെയിൻറ്റർ ഇപ്പോൾ ഈയിടെ റീസെൻ്റായിട്ട് മരിച്ചു എന്ന് അറിഞ്ഞു. ഐ ക്യാൻ സീ ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. അതിപ്പോഴും ആ ഒരു വാക്കൻസി, ആ ഒരു സീറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് എനിക്കറിയാം. എന്താണ്? അതെനിക്ക് തരുമെന്ന്. അങ്ങനെയും ആ ഒരു സീറ്റ് വെച്ചാൽ ആ ഒരു കൊട്ടാരത്തിലെ ചിത്രകാരൻ മരിച്ചു, പെട്ടെന്ന് എന്തോ കാരണം വെച്ചാൽ മരിച്ചു. അപ്പോൾ ആ ഒരു വാക്കൻസി ഇപ്പോഴും അവിടെ ഉണ്ട്. ആ ഒരു സീറ്റിലോട്ട് ആരും ഇതുവരെ ഇപ്പോൾ പുതിയതായിട്ട് ആരെയും നിയമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പൊസിഷനിലോട്ട് എന്നെ നിയമിക്കുകയായിരുന്നെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങനെ താങ്കൾക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. The Virgin's picture was a splendid painting and the Archduke made up his mind at once. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ആ പിക്ചർ കൊടുത്തു അല്ലേ, ടില്ല് കൊടുത്ത പിക്ചർ ഒന്ന് നോക്കി. ദെൻ it was a splendid painting അല്ലേ. ആ വിർജിൻ്റെ പിക്ചർ എന്താണ്? അതിമനോഹരമായിട്ടുള്ള പിക്ചറായിരുന്നു. ആർച്ച്ഡ്യൂക്ക് ഇംപ്രസ്ഡ്. ആർച്ച്ഡ്യൂക്കിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹി എംബ്രേസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. എന്ത് ചെയ്തു? ആർച്ച്ഡ്യൂക്കിന് ഭയങ്കരമായിട്ട് ആ പിക്ചർ ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടമായി. നല്ല അതിമനോഹരമായിട്ടായിരുന്നു വിർജിൻ്റെ പിക്ചർ വരച്ചിട്ടുള്ളത്. ഈ ടില്ല് എന്ത് ചെയ്തു? ടില്ലിന് ആ ഒരു സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളുകളിലും ഉമ്മ വെച്ചു. He said, I shall be delighted to make you my court painter. ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ തന്നെ എൻ്റെ കോട്ടിലെ പെയിൻറ്റർ. ഓക്കെ, എൻ്റെ കൊട്ടാരത്തിലെ പെയിൻറ്റർ ആരാണ്? നിങ്ങളെ കൊട്ടാരത്തിലെ പെയിൻറ്ററാക്കി നിങ്ങളെ ഞാൻ നിയമിച്ചിരിക്കുന്നു. He directed him to the chair and made him sit on it. എന്നിട്ടോ ആർച്ച്ഡ്യൂക്ക് തന്നെ അദ്ദേഹത്തെ ആ ഒരു സീറ്റിൽ കൊണ്ടേയിരുത്തി. Well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. You are a very talkative fellow, aren't you? പിന്നെ അപ്പോൾ അങ്ങനെ ആ ചെയറിൽ കൊണ്ടിരുത്തിയിട്ട് ആർച്ച്ഡ്യൂക്ക് പറയണ, വെൽ മൈ ഡിയർ ഫെലോ, എന്താണ്? നിങ്ങൾക്ക് നല്ലോണം
നാക്കിട്ടടിക്കാറിയാം വെച്ചാൽ നല്ല വളവളാന്ന് സംസാരിക്കാറിയാമെന്നല്ലേ, നിർത്താതെ സംസാരിക്കാൻ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിട്ട് കയ്യിലെടുക്കാനറിയാം. നിങ്ങൾ നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ടോക്കറ്റീവ് പേഴ്സണാണ്, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെന്ന് പറഞ്ഞു. Your Highness, may it please you to remember me and my donkey Jeff for just one more minute. ടിൽ റിപ്ലൈഡ്. അപ്പോൾ അതിന് മറുപടി ആയിട്ട് ടിൽ എന്താ പറഞ്ഞത്? അങ്ങ് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കഴുതയാണ്. കഴുതയുടെ പേര് ജെഫ്. അപ്പോൾ എൻ്റെ കഴുത ജെഫിനെയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ എല്ലാവരും ഞെട്ടി, എന്താ ഇപ്പോൾ ഇവിടെ ജെഫിന് ഓർക്കേണ്ട കാര്യം അല്ലേ? ആർച്ച്ഡ്യൂക്ക് എന്താ പറഞ്ഞത്? താങ്കൾ നല്ലോണം സംസാരിക്കാൻ അറിയാം, താങ്കളൊരു ടോക്കറ്റീവ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ആര് കഴുതനെ ഓർക്കേണ്ട കാര്യമുണ്ടോ? നോക്കാം നമുക്ക്. My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside. എന്താണ് പിന്നെ ടില്ല് പറയാണ്, എൻ്റെ കഴുത എന്താണ്, ഞങ്ങൾ വരുന്ന വഴിക്കുള്ള പുല്ലുകളും കായ്കളും റോഡ് സൈഡിലൊക്കെ ഉള്ള എല്ലാതും കഴിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ബട്ട് ഐ ഹാവ് നത്തിങ് ടു ഈറ്റ് ഫോർ ദി പാസ്റ്റ് 3 years. പക്ഷെ ഞാനാണെങ്കിലോ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ വയറെന്താണ് ഭയങ്കര സൗണ്ടിൽ ഭയങ്കര ഉച്ചത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങിച്ചാൽ ഭയങ്കര സൗണ്ട്, എൻ്റെ വയറ്റിൽ നിന്നും ഭയങ്കരമായിട്ട് സൗണ്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നോ. ഒരു പക്ഷേ താങ്കൾക്ക് ഹൈനസിനോട് പറയാം, ഹൈനസിനത് കേൾക്കാൻ കഴിയുന്നുണ്ടാകും. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഞാൻ സ്വപ്നം കാണുമായിരുന്നു, എന്ത്, താങ്കളുടെ ഒരു ടേബിൾ, രാജകീയമായ റോയൽ ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ടായിരുന്നു. The Archduke smiled and said, well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? അപ്പോൾ ആർച്ച്ഡ്യൂക്കിന് അദ്ദേഹത്തിൻ്റെ ഒരു തമാശ മനസ്സിലായി. എന്താണ്, ഇയാൾ തമാശയിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അല്ലെ, വളച്ചൊടിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് ആർച്ച്ഡ്യൂക്കിന് ഇഷ്ടമായി. ആർച്ച്ഡ്യൂക്ക് ഒന്ന് ചിരിച്ചു. വെൽ മൈ ഡിയർ ഫെലോ, യു വിൽ സർട്ടൻലി ഹാവ് സംതിങ് മോർ സോളിഡ് ദാൻ ഡ്രീംസ് ടു ഫീഡ് ഓൺ. എന്താണ്, താങ്കൾക്ക് സ്വപ്നത്തിലല്ല, ഞങ്ങൾ യാഥാർത്ഥ്യത്തിൽ തന്നെ ഞങ്ങൾ ഫുഡ് തരാൻ പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലെ ഫുഡ്, നല്ല റോയൽ ഫുഡ് തരാൻ പോകുമെന്ന് പറഞ്ഞു. ബട്ട് വേർ ഈസ് യുവർ ഡോങ്കി? നിങ്ങളുടെ ഡോങ്കി എവിടെ? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ് ഓപ്പോസിറ്റ് ദ പാലസ്. ഞാൻ കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് പുറത്താണ് ഞാൻ ഡോങ്കിയെ നിർത്തിയിട്ടുള്ളത്. ഐ ഷാൾ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഈഫ് ജെഫ് ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ. ഇനി എന്താണ്, നിങ്ങൾ എൻ്റെ ജെഫിനെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ, ചില ഫുഡൊക്കെ കൊടുത്ത് എൻ്റെ ജെഫിനെയും ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഞാനൊന്നും കൂടെ സന്തോഷവാനാകുമായിരുന്നു. He needs a little fodder and lodging a night, said Till. നിങ്ങൾ അതിന് ഒരു കിടക്കാനുള്ളൊരു തൊഴുത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ, അതിന് തൊഴുത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്, കിടക്കാൻ തൊഴുത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. അപ്പോൾ എൻ്റെ ജെഫിനെ നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ എനിക്കൊന്നും കൂടെ സന്തോഷമാകുമായിരുന്നു എന്ന് ആര് പറഞ്ഞു? ടില്ല് പറഞ്ഞു. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. അപ്പം തന്നെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ഓർഡർ ചെയ്തു, എന്താണ്, ആജ്ഞാപിച്ചു, ആ ഡോങ്കിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അതിനെങ്ങനെ കെയർ ചെയ്യണം, എൻ്റെ ആനിമൽസിൽ ഒരാളായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണമേ, അങ്ങനെ അതിനെ കെയർ ചെയ്യാൻ പറഞ്ഞു, അതിനെ നോക്കണം എന്ന് പറഞ്ഞു. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫുഡ് കഴിക്കാനായിരുന്നു അല്ലേ? അപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ എങ്ങനെയാണ് ടേബിള്? ഒരു വെഡ്ഡിങ് ഫീസ്റ്റ് പോലെയാണ്. നമ്മൾ അറിയാമല്ലേ, കല്യാണ വീട്ടിൽ പോയിട്ട് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ലേ സദ്യയിൽ, അപ്പോൾ അതുപോലെ വെഡ്ഡിങ് ഫീസ്റ്റ് പോലെയാണ് ഒരു ടേബിൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് വിഭവങ്ങളോട്. ദ ടേബിൾസ് വേർ ലോഡഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ഒരു ടേബിളിൽ പലതരത്തിലുള്ള ഫുഡുകളും അതുപോലെ പലതരത്തിലുള്ള ഡ്രിങ്ക്സുകളും ഉണ്ട്. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈൻ അങ്ങനെ വാട്ടർ ചാടുന്ന പോലെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത്രയും തരത്തിലുള്ള വൈൻസുകൾ ഉണ്ടാവും അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരുപാട് ഫുഡുണ്ട്, അതേപോലെ ഡ്രിങ്ക്സുകൾ ഒരുപാട് നിരത്തി വെച്ചിരിക്കുകയാണ് ഈ ടേബിളിൽ. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ്ഡ് ദംസെൽഫ് വിത്ത് ദ ചോയ്സസ്റ്റ് ഡിഷസ്. അപ്പോൾ കോർട്ടിയേഴ്സ്, ആ സദസ്സിലുള്ളവർ എന്ത് ചെയ്യുന്നു, അവനവന് വേണ്ടത് കുത്തി നിറയ്ക്കുക. നമ്മൾ സ്റ്റഫ് ചെയ്യാന്നല്ല, സ്റ്റഫ്ഡ് ചിക്കൻ എന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ മസാല ഇതൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കാന്നല്ല. അപ്പോൾ അതുപോലെ ഈ കോർട്ടിയേഴ്സ് എന്ത് ചെയ്യുന്നത്, സദസ്സിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് ചോയ്സസ്റ്റ് ഫുഡാണ് കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർ കഴിക്കുകയാണ് ചെയ്തത്, വയറ്റിലുള്ളാക്കുകയാണ് ചെയ്തത്. The Archduke made till eat and drink until his stomach was about to burst. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞു, നിങ്ങൾ കഴിക്കുക, എന്താണ് നിൻ്റെ വയറ് പൊട്ടുന്നത് വരെ കഴിക്കുകയെന്ന് പറഞ്ഞു. ദ ആർച്ച്ഡ്യൂക്ക് ടു എയ്റ്റ് ഹാർട്ട്ലി. അങ്ങനെ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു, നല്ല സമാധാനത്തോടെ നല്ല മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. അദ്ദേഹത്തിൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുകയാണ്, ഡ്രിങ്ക്സ് കഴിച്ചിട്ട്, ആ വൈൻസ് കഴിച്ചിട്ട് ആകെ ചുവന്നിരിക്കുകയാണ് ആർച്ച്ഡ്യൂക്കിൻ്റെ മുഖം. ബട്ട് ഹീ സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. പക്ഷെ അദ്ദേഹം എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഹീ സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി, അവർ കോഡ് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്സ് സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. ഇപ്പം എന്താണ് അദ്ദേഹം പറഞ്ഞത്? അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് നീറ്റിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ പറയണത്, അവർ കോഡ് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. എന്താണ് നമ്മുടെ കോഡ് പെയിൻ്റ് വെച്ചാൽ, കോഡ് പെയിൻറ്റർ ആരാണ്? ഇപ്പോൾ ടില്ലല്ലേ. അപ്പോൾ ടില്ല് എന്തായാലും എൻ്റെ ഒരു പിക്ചർ വരയ്ക്കണം. സോ we will have the satisfaction of leaving our memory to our descendants. അപ്പോൾ എന്താണ് നമ്മുടെ എൻ്റെ കാലശേഷം വരുന്ന ഡിസെൻഡൻസ്, എൻ്റെ പിൻഗാമികൾ ഉണ്ടാവില്ല, അവർക്കൊരു ഓർമ്മയായിരിക്കും ഞാനെന്ന് പറഞ്ഞു. എൻ്റെ ആ പിക്ചർ കാണുമ്പോൾ അവർക്കൊരു ഓർമ്മയായിരിക്കും ഞാനെന്ന് പറഞ്ഞു. we to have to take our place in history along with our noble ancestors whose portraits adorn these walls. എന്താണ്, എൻ്റെ പൂർവികരെ പോലെ ഞാനും ഒരു ചരിത്രമാകും വെച്ചാൽ അവരുടെ കൂടെ എൻ്റെയും പിക്ചർ വരും. ചില ഓരോരുത്തരുടെ പിക്ചർ അവിടെ ഉണ്ട്. അതിൻ്റെ മുന്നേ ഉള്ള ഈ ആർച്ച്ഡ്യൂക്കിൻ്റെ മുന്നേ ഉള്ള ഓരോ രാജാക്കന്മാരുടെ പിക്ചറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെയും കൂടെ വെച്ചാൽ ഞാനും ആ ചരിത്രത്തിലെ ഒരാളാകും. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. എന്താണ്, മരിക്കുക എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമ്മൺ us. നമുക്കറിയില്ല, നമ്മൾ മരിക്കുക എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കറിയില്ല ദൈവം നമ്മളെപ്പോഴാണ് വിളിക്കുക എന്നുള്ളത്. ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എൻ്റെ ഒരു പിക്ചർ പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടിൽ ക്വിക്ക്ലി റിപ്ലൈഡ്, യുവർ ലോർഡ്ഷിപ്സ് ലൈറ്റസ്റ്റ് വിഷ് ഈസ് ടു ബി കമാൻഡ്. ടില്ല അപ്പം തന്നെ വേഗത്തിൽ എന്ന് മറുപടി പറഞ്ഞത്, താങ്കളുടെ ഈ ഒരു ചെറിയൊരു ആഗ്രഹം എനിക്കൊരു ആജ്ഞ പോലെയാണ് വെച്ചാൽ താങ്കൾ എന്നോട് ആജ്ഞാപിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ താങ്കളുടെ ഒരു ചെറിയൊരു ആഗ്രഹമാണ്, പക്ഷേ അതെനിക്ക് താങ്കളുടെ ഒരു ആജ്ഞയായിട്ടാണ് ഞാൻ കാണുന്നത്. ഓൾ ദ സെയിം ഐ ഡു ഫീൽ റാദർ അൺഹാപ്പി അബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്. പക്ഷേ അതിലൊരു വിഷമമുള്ളൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്കുള്ള ആ ഒരു പെയിൻറ്റിങ്, അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു പെയിൻറ്റിങ്, അത് ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. താങ്കൾക്കും അത് ഫീൽ ചെയ്യില്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുമ്പോൾ ചില ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ, അത് താങ്കൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court? അപ്പോൾ എന്ത് ചെയ്യാണ്, ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന ആ കോർട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ വിളിച്ചിട്ട്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹിസ് ഹൈനസ് എന്താണ്, ഹിസ് ഹൈനസ് ഷുഡ് ബി അക്കമ്പനീഡ് വെച്ചാൽ നമ്മളുടെ ഹിസ് ഹൈനസിൻ്റെ കൂടെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഹെർ ഹൈനസ് എങ്കിലും നിൽക്കണം, നമ്മളെ റാണിയെങ്കിലും നിന്നിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കേണ്ടത്. അല്ലെങ്കിൽ റാണി അല്ലെങ്കിൽ മറ്റ് ലേഡീസ്, നമ്മളെ കോർട്ടിലുള്ള മറ്റ് ലേഡീസ്, അല്ലെങ്കിലോ നോബിൾ ജനറൽസ്,
ചില ശ്രേഷ്ഠമായ വ്യക്തികൾ, ക്യാപ്റ്റൻസ്, ഇവരൊക്കെ ഉള്ളൊരു പിക്ചറാണ്. താങ്കളുടെ കൂടെ ഇവരൊക്കെ ഉള്ളൊരു പിക്ചറാണെങ്കിൽ ഒന്നും കൂടെ മനോഹരമായിരിക്കില്ലേ എന്ന് ചോദിച്ചു. A court like this has few rivals in splendor, loveliness and surely. അങ്ങനെ ഒരു കോട്ട്, ആ ഒരു സദസ്സ്, അങ്ങനെ എല്ലാവരും ഉള്ള ഒരു സദസ്സിൻ്റെ ആ ഒരു ചിത്രമാണ് വരയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആർച്ച് ഡ്യൂക്ക്, അതേപോലെ ഹെർ ഹൈനസ്, ക്യൂൻ, ചില മഹാറാണി, എല്ലാവരും ക്യാപ്റ്റൻ, പിന്നെ അതേപോലെ നോബൽ ജനറൽസ്, അതേപോലെ അതർ ലേഡീസ്, അങ്ങനെ എല്ലാവരും ഉള്ള ഒരു പിക്ചറാണ് വരയ്ക്കുന്നതെങ്കിൽ ഒന്നും കൂടെ മനോഹരമായിരിക്കില്ല എന്ന് ചോദിച്ചു ടില്ല്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സച്ച് valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. അതെങ്ങനെ ഫീൽ ചെയ്യും? താങ്കളും താങ്കളുടെ ആ മഹാറാണിയും അതിന് ചുറ്റും ഈ പറയുന്ന ആളുകൾ, ചില ക്യാപ്റ്റൻസ്, നോബൽ ജനറൽസ്, അതേപോലെ ലേഡീസ്, അതർ ലേഡീസ്, ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ തോന്നും? നമ്മൾ ചന്ദ്രന് ചുറ്റും ചെറിയ ലാൻഡേൺസ് എന്ന ചെറിയ വിളക്കുകൾ കത്തിച്ച് വെച്ചപ്പോൾ അത്രയും നല്ല പ്രകാശിച്ച് നിൽക്കും. അപ്പം അത്രയും മനോഹരമായിരിക്കും ആ ഒരു പിക്ചർ എന്ന് പറഞ്ഞു. ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ന് വിചാരിച്ചു, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, ഇത് നന്നായിരിക്കും അല്ലേ, അങ്ങനെ ടില്ല് പറയുന്നത് പോലെ ചെയ്താൽ ആ ഒരു പിക്ചർ ഒന്നും കൂടെ നന്നായിരിക്കും എന്ന് ആർച്ച് ഡ്യൂക്കിനും തോന്നി. എല്ലാ രാജാക്കന്മാരും തൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആവും അത്, അപ്പോൾ അതൊന്നും കൂടെ നന്നാവുമെന്ന് ആർച്ച് ഡ്യൂക്കിനും തോന്നി. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിങ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറയണം, താങ്കളുടെ ആ ഒരു പെയിൻറ്റിങ് എന്ന് പറഞ്ഞത് നല്ലൊരു ഗ്രേറ്റ് പീസായിരിക്കും, നല്ല ശ്രേഷ്ഠമായൊരു വർക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് താങ്കൾക്ക് അതിന് എത്രയാണ് റിവാർഡ്, നിങ്ങൾക്ക് എത്രയാണ് അതിനുള്ള പ്രതിഫലം വേണ്ടതെന്ന് ചോദിച്ചു. പ്രതിഫലം വേണമെന്ന് വെച്ചാൽ ആ ഒരു വർക്കിനുള്ള പ്രതിഫലം എത്രയാണെന്ന് ചോദിച്ചു. 100 pieces of gold. You can pay me now or later just as you please. അപ്പോൾ ടില്ല് എന്ത് പറഞ്ഞു? നിങ്ങളൊരു 100 ഗോൾഡ് കോയിൻ തന്നാൽ മതി, 100 ഗോൾഡ് കോയിൻ തന്നാൽ മതി, അത് ഇപ്പം തന്നെ വേണമെന്നൊന്നുമില്ല, ഇത് വർക്ക് കഴിഞ്ഞിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞു. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. അപ്പോൾ അപ്പം തന്നെ ആർച്ച് ഡ്യൂക്ക് ഇതാ നിങ്ങൾക്കുള്ള 100 pieces of gold coin എന്ന് പറഞ്ഞു. താങ്കളുടെ ആ ഒരു 100 ഗോൾഡ് കോയിൻ ഇതാ. അപ്പം തന്നെ എടുത്തു കൊടുത്തു. ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? അപ്പം തന്നെ ആ 100 ഗോൾഡ് കോയിന് എടുത്തു കൊടുത്തു. My lord, you are the most generous of masters. You have filled my lamp with oil. എന്താണ്? മൈ ലോഡ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റർ. താങ്കൾ ഭയങ്കര വലിയൊരു ശ്രേഷ്ഠനാണ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. താങ്കൾ എൻ്റെ വിളക്കിൽ എണ്ണ ഒഴിച്ചു. വിളക്കിൽ എണ്ണ ഒഴിച്ചാലല്ലേ അത് കത്തുള്ളൂ. അപ്പോൾ താങ്കൾ എൻ്റെ വിളക്കിൽ എണ്ണ ഒഴിച്ചെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? താങ്കൾ എൻ്റെ ജീവിതം പ്രകാശിപ്പിച്ചു അല്ലേ. ആ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചമായിട്ട് വന്നത് ആരാണ്? ഈ ടില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട് ആ പട്ടിണിയൊക്കെ കിടന്നിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പിക്ചറിന് 100 ഗോൾഡ് കോയിൻ ഓഫർ ചെയ്തത് അല്ലേ. അപ്പോൾ അപ്പം തന്നെ എടുത്തു കൊടുത്തു. പിന്നെ പെൻഡിങ് ആക്കിയൊന്നും വെച്ചിട്ട് പിന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ടില്ല, അപ്പം തന്നെ കൊടുത്തു. അപ്പോൾ ഈ ടില്ല് അപ്പോൾ പറയാണ്, താങ്കളൊരു ശ്രേഷ്ഠനായ വ്യക്തിയാണ്, അതുപോലെ തന്നെ താങ്കൾ എൻ്റെ ആ വിളക്കിലേക്ക് എണ്ണ ഒഴിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം പ്രകാശിപ്പിച്ചു. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഹോണർ. ആ വിളക്ക് എപ്പോഴും എന്തായിരിക്കും? താങ്കളുടെ ആ ഒരു ശ്രേഷ്ഠത കൊണ്ട് അതെന്നും കത്തിക്കൊണ്ടേയിരിക്കും, കെടാതെ ഞാൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.